പക്ഷേ കുർബാനയെല്ലാം കഴിഞ്ഞപ്പം കാര്യങ്ങളുടെ സ്വഭാവം മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലായി. സഹോദരങ്ങളാണ്, പള്ളിയകമാണ്, ബലിപീഠത്തിൽ വിശുദ്ധ കുർബാനയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഈ കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു ബാലഹൃദയം എന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് നമ്മൾ കൈമാറാൻ പാടില്ല. ഇവിടുത്തെ പിതാക്കന്മാർ എത്ര മാതൃകയായിട്ടാണ് അന്ന് പെരുമാറിയത്. 250ഓളം വരുന്ന കുടുംബങ്ങൾ. അവർക്ക് മനസ്സിലായി, അവരെല്ലാം വിട്ടിട്ട് കൂടാരമിടിച്ച് ആരാധിക്കാൻ തിരഞ്ഞെടുത്തു. ഞാൻ വീണ്ടും ഓർത്തു പോകുന്നത്, അന്ന് മുളന്തുരുത്തി പള്ളി അടച്ചു. താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്. 74 മുതൽ 75 76 മുതൽ 86 വരെ 10 വർഷം മുളന്തുരുത്തി പള്ളി പൂട്ടിക്കിടന്നു. ഞാൻ അച്ഛനാവുന്നതും പുത്തൻ കുർബാന ചെല്ലുന്നതും അവിടെ ഓലമേഞ്ഞ ഒരു ചാപ്പലിലാണ്. അതിനുശേഷം 2017 വിധി വന്നതിന് ശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങൾ എത്രമാത്രം ആഴത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കോവിഡിൻ്റെ അതിപ്രസരമാണ്. ഗൗണൊക്കെ ഇട്ട് മാസ്കൊക്കെ വെച്ചാണ് പോലീസും ആളുകളുമൊക്കെ വരുന്നത്. ഗവൺമെൻറ്റിൻ്റെയോ പാർട്ടിയുടെയോ ജില്ലാ കളക്ടറുടെയോ അറിയാവുന്ന പോലീസ് സൂപ്രണ്ടിൻ്റെയോ ഒന്നും ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ആരെയും കിട്ടുന്നില്ല.